മരണമല്ല നിന്റെ അവസാനം. നിന്റെ പ്രശ്നത്തിന്റെ അവസാനം മരണമല്ല. നിന്നെ കേൾക്കുന്ന ചിലർ മരണമാണ് എന്റെ അവസാനം എന്ന് പറഞ്ഞിരിക്കുക. എന്റെ കടബാധ്യതയിൽ ഇനി എന്റെ മരണമാണ് അവസാനം. എന്റെ ദാരിദ്ര്യത്തിന്റെ അവസാനം എന്റെ മരണമാണ്. എന്റെ കുടുംബജീവിതത്തിന്റെ ഈ അവസ്ഥയുടെ അവസാനം എന്റെ മരണമാ. എന്റെ കഷ്ടതയുടെ അവസാനം എന്റെ മരണമാ. എന്റെ മരണത്തിന് മാത്രമേ എനിക്കിനി സമാധാനം തരുവാൻ കഴിയൂ. മരിച്ച് ഞാനൊന്ന് സ്വസ്ഥനായി തീരട്ടെ എന്ന് പ്രയാസപ്പെട്ട് കരയുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ മരണമല്ല നിന്റെ സമാധാനം. നിനക്ക് വേണ്ടി മരിച്ച ഒരുവനുണ്ട്, അവനാ നിന്റെ സമാധാനം. അവൻ നിന്റെ ജീവിതത്തെ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുക. ഇതിന്റെയൊക്കെ അവസാനം മരണമല്ല. ഇതിന്റെയൊക്കെ അവസാനം മരണത്തെ ജയിച്ച ഒരുവനെന്ന് നീ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ അവസ്ഥകളുടെ അവസാനം മരണമെന്നല്ല. നിന്റെ ഇന്ന് അനുഭവിക്കുന്ന ഈ കണ്ണുനീരിന്റെ, ഈ വേദനയുടെ, ഈ ഭാരത്തിന്റെ അവസാനം നിന്റെ മരണമല്ല, മരണത്തെ ജയിച്ച ഒരുവനാണ്. നിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ കഴിവുള്ളവൻ അവനാണെന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ ആ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ മാറ്റുമെന്ന്, നിന്റെ അവസ്ഥകളെ മാറ്റുമെന്ന്, മുന്നിൽ അടഞ്ഞുപോയ വഴികൾ, പിന്നിൽ ശത്രുവായവന്റെ തുരത്തലുകൾ, ഇതിലൊന്നും നിന്നെ നശിപ്പിച്ചു കളയാതെ, അതിൽ നശിച്ചു പോകുവാൻ വിട്ടുകൊടുക്കാതെ, അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ശാശ്വതമായ ചില അനുഗ്രഹത്തിന്റെ അടുക്കലേക്ക്, സ്ഥിരമായ ചില നന്മയുടെ അടുക്കലേക്ക് നിന്നെ പറിച്ചു നടുവാൻ നിനക്ക് വേണ്ടി മരിച്ച ഒരുവനുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന പറയുക. നിന്റെ മരണമല്ല ഇതിന്റെ അവസാനം. നിന്റെ മരണമല്ല ഈ കഷ്ടതയുടെ അവസാനം. നീ ജീവിച്ചിരുന്ന് നന്മ കാണും. നീ ജീവിച്ചിരുന്ന് അനുഗ്രഹം പ്രാപിക്കും. നീ ജീവിച്ചിരുന്ന് പരിഹസിച്ചവരുടെ മുൻപിൽ നിവർന്നു നിൽക്കും. നിന്റെ തലയെ ദൈവം ഉയർത്തുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുക. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനം ചിന്തിക്കുക, മുന്നിലുണ്ടായിരുന്ന ചെറിയൊരു പ്രതീക്ഷയും കൂടെ അസ്തമിച്ചു. പിന്നിൽ ശത്രു, മുന്നിൽ ചെങ്കടൽ. ഇനി മരണമല്ലാതെ മറ്റൊന്നില്ല.